അതോടൊപ്പം നമുക്ക് അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ കുറേ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഒന്നാമത്തത് CCTV ക്യാമറകൾ, മതിയായ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾ റൂം അവിടെ വെച്ചിട്ട് നമ്മൾ പ്രോപ്പറായി മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് ഈ തെഫ്റ്റുകൾ, മറ്റ് മിസ്ബിഹേവിയർ തടയാൻ വേണ്ടി വനിതാ പോലീസ്, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെ പ്ലെയിൻ ക്ലോത്തിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. മയക്കുമരുന്ന് ഉപയോഗം, മറ്റ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തടയാൻ വേണ്ടി നമ്മുടെ ഡാൻസ് ഓഫ് ടീം ആക്റ്റീവായിട്ടുള്ള കുറച്ച് പ്ലേസുകളിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് തടയാൻ വേണ്ടി രാത്രി പ്രത്യേകിച്ച് 12 മണിക്ക് ശേഷം ആൾക്കാർ തിരിച്ചു പോകുന്ന സമയത്ത് വണ്ടികൾ റാഷായിട്ട് ഓടിക്കുന്നത് തടയാനും ഡ്രങ്കൻ ആയിട്ടുള്ള ഡ്രൈവിംഗ് തടയാൻ വേണ്ടി പ്രത്യേക പോലീസ് ചെക്കിംഗ് ഉണ്ടാവും എല്ലാ വഴികളിലും. മിക്കവാറും രാവിലെ മിക്കവാറും ആൾക്കാർ തിരിച്ചു പോകുന്ന സമയം വരെ ഈ ചെക്കിങ് സ്ട്രോങ് ആയിട്ട് നമ്മൾ നടത്തും. ഇതിനോടൊപ്പം നമ്മൾ ബീച്ച് ഏരിയകളിൽ ലൈഫ് ഗാർഡിൻ്റെയും മറ്റ് ആൾക്കാരുടെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സേവനം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോസ്റ്റൽ പോലീസിൻ്റെ ബോട്ട് അവിടെ ഓടിക്കൊണ്ടിരിക്കും. മെറൈൻ ആംബുലൻസിൻ്റെ സേവനങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ KSEBയുടെ ടീംസ്, ഇലക്ട്രിസിറ്റി സപ്ലൈ ഉറപ്പുവരുത്താൻ വേണ്ടി KSEBയുടെ ടീംസ് അവിടെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും. അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് വേലി ഗ്രൗണ്ടിലൊരു കൺട്രോൾ റൂം ഉണ്ടാവും. ഇതിൻ്റെ എല്ലാ കൺട്രോൾ റൂമും ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നടത്തുന്നുണ്ട്. ഈ വേലി ഗ്രൗണ്ടിലുള്ള കൺട്രോൾ റൂമിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അധികൃതർ അവരെല്ലാവരും കൂടെ അവിടെ കാണും. ഇതാണ് പ്രത്യേകിച്ച് മെയിനായിട്ടുള്ള നമ്മൾ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ മാധ്യമപ്രവർത്തകർക്ക് നമ്മളൊരു ബ്രീഫായി എഴുതിയിട്ട് നിങ്ങൾക്ക് തരാം. അപ്പോൾ നമ്മൾ വാഹനങ്ങൾ തടയാൻ, ഞാൻ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ വാഹനങ്ങൾ ഈ ഫോർട്ട് കൊച്ചി റോഡുകളിൽ പാർക്കിംഗ് ചെയ്യാൻ അനുവദിക്കത്തില്ല. നമ്മൾ ആ സ്പെസിഫിക് പരിപാടി നടക്കുന്ന സ്ഥലത്ത് 2 മണി ശേഷം വാഹനങ്ങൾ അകത്തേക്ക് കടത്തിവിടത്തില്ല. വാഹനങ്ങളെല്ലാം അവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള 18 പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടുന്നത്. അത് ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഘട്ടമായിട്ട് നമ്മൾ പുറത്ത് ഡൈവേർഷൻ കൊടുത്തിട്ട് പുറത്തേക്കാക്കും. അതാണ് വാഹനങ്ങളിന് വേണ്ടി ചെയ്യുന്നത്. ഈ ജില്ല ആണെങ്കിലും മറ്റ് ജില്ല ആണെങ്കിലും ഇത് തന്നെയാണ്. സോ ഫോർട്ട് കൊച്ചി പരിപാടികൾ നടത്തുന്ന പരേഡ് ഗ്രൗണ്ട്, മറ്റ് വേലി ഗ്രൗണ്ട്, ആ സ്ഥലങ്ങൾ ഏതെങ്കിലും ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ വാഹനങ്ങൾ 2 മണി ശേഷം അനുവദിക്കില്ല. അതൊക്കെ പാർക്ക് ചെയ്യാം. അത് പാർക്ക് ചെയ്തിട്ട് ആൾക്കാർ അകത്തേക്ക് വരാം. അത് കഴിഞ്ഞിട്ട് ശേഷം പുറത്തുനിന്ന് ഡൈവേർഷൻ കൊടുക്കും. എറണാകുളം വണ്ടികളായാലും പുറത്തുനിന്ന് വരുന്ന വണ്ടികളായാലും ഡൈവേർഷൻ കൊടുക്കും. തേവരപ്പാലത്തിന് അങ്ങനെ പറയുന്നില്ല. തേവരപ്പാലം അവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ടുകളെല്ലാം നിറഞ്ഞിട്ട് ശേഷം തേവരപ്പാലം നിന്ന് നമ്മൾ ഡൈവേർഷൻ കൊടുക്കും. BOT നിന്ന് ഡൈവേർഷൻ കൊടുക്കും. 18 അതെ. അപ്പോൾ ഇത്തവണ കൂടെ നമ്മൾ നമ്മുടെ ഗ്രൗണ്ട് പരിശോധിച്ചിട്ട് ശേഷം ഏകദേശം 80,000 ആൾക്കാർ നമ്മുടെ ഗ്രൗണ്ടിൽ ഫ്രീ ആയിട്ട് നമുക്ക് അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി അത്ര ഉണ്ട്. സോ ഏകദേശം ഒരു 80,000 ആൾക്കാർ അവിടെ ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ തടയും. അപ്പോൾ അതൊന്നും ഫില്ലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തടയാനുള്ളൊരു ആവശ്യം വരത്തില്ല.
ഇത് വലിയ ഗ്രൗണ്ടിൻ്റെ കാര്യമാണ്. ആ, മനസ്സിലായിട്ടില്ല. പാനിക് മെസ്സേജ് മീൻസ് യാ. അപ്പോൾ നമുക്ക് അവിടെ മതിയായിട്ടുള്ള പബ്ലിക് അഡ്രസ് സിസ്റ്റമുകൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ട് രീതിയിലുള്ളത്, ഒന്ന് സ്റ്റാറ്റിക് ആയിട്ടുള്ളതും മറ്റ് മൊബൈൽ വണ്ടികളിലും പബ്ലിക് അഡ്രസ് സിസ്റ്റം നമ്മൾ വെക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ അതാത് സമയത്ത് അവിടെ എത്തിയിട്ടുള്ള ജനങ്ങൾക്ക് നമ്മൾ അറിയിക്കും.